ഇടിച്ചു മറിച്ചിട്ടിരിക്കുന്നത്. നിലവിൽ ആന അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. പക്ഷേ ഈ കാഴ്ചക്കാരായി എത്തിയ അതിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ അത് അവിടെ വന്ന് ഇരുന്നൊക്കെയാണ് കാഴ്ച കാണുന്നത്. അവിടെ പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് അവിടെ വന്നിരുന്ന് കാഴ്ച കാണാൻ വന്നിരിക്കുന്ന ആളുകളൊക്കെയാണ്. അവിടെ ആ ദൃശ്യങ്ങളിൽ കാണാം. ആ 3 പേർ അവിടെ ഉത്സവപ്പറമ്പിൽ ഗാനമേള കാണാൻ വന്നിരിക്കുന്ന പോലെയാണ് ആ 3 പേർ അവിടെ വന്നിരുന്ന കാഴ്ച കാണുന്നത്. Who is your role model in life? Abdul Kalam. Huh? Abdul Kalam. Have you read about APJ Abdul Kalam? He is a normal human being. Yeah? Normal human being. Some cinema people, they were not like me. They were not like you. Yeah. They were good. They were not good people. They were that don't know, but they were some film industries directors. They are like me to industry to act. Some are not like. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്നെ വിറ്റ് കാശുണ്ടാക്കുന്ന കുറച്ച് പഴനിയിലുള്ള കച്ചവടക്കാരെ കാണാനായിട്ട് നമ്മൾ ഫുൾജാർ സോഡ വെക്കുന്ന കുറേ കടകൾ കാണാം. ഒരു കടയിലല്ല, കുറേ കടകളിലാണ് പരിപാടി. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ മാസ്ക് ഇട്ടിട്ട് ഒരു ഫുൾജാർ സോഡ തരുമോ ചോദിക്കാം ആദ്യത്തെ. അവരെന്താ റിയാക്ഷൻ നോക്കാം. ഫുൾജാർ സോഡ നമുക്ക് കഴിക്കാൻ വേണ്ടി ഫുൾജാർ സോഡ പറഞ്ഞ് സോഡയെ കുറിച്ച് നമുക്ക് ചോദിക്കാം. അക്ക അതിന്റെ ഫോട്ടോ എടുക്കുന്നത് ആരൊക്കെ അറിയില്ല. എടീ ഞാൻ ഓഫീസിൽ നിന്ന് വന്നടി. എടീ മോനെ അച്ഛൻ വന്നടാ. ഇപ്പൊ നോയിക്കും എനിക്കിത് ശമ്പളം കിട്ടി. ദേശീയ പതാകയുടെ കളറുകൾ ഏതൊക്കെയാണ്? 3 കളറ്. ഏതൊക്കെയാ? ഇളം മഞ്ഞ, പച്ച, വെള്ള. ഹലോ, സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. നല്ലതേ ഉള്ളൂ. സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യമാണ് ആവശ്യം. പക്ഷെ ഇപ്പം ഇവിടെ പറ്റണില്ല. ഇപ്പം ഇവിടെയുള്ള പെണ്ണുങ്ങൾ തുണി തൊടാതെ നടക്കും. എന്താണ് ഇപ്പൊ ഈ 1 വർഷത്തിന് ഇപ്പുറം വച്ചാണ് ഇത്ര അഴിമതി ഇവിടെ നടക്കുന്നത്. എന്തൊക്കെ അഴിമതിയാണ്? തുണി തൊടൂല. ദേഹത്ത് തുണി ഇടാത്തത് അടുത്ത ജന്മം പട്ടിയായിട്ട് ജനിപ്പിക്കും. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏതാണ്? സ്വാതന്ത്ര്യം നല്ലതാണ്. ഏത് വർഷമാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? ഞാനാ അല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതെല്ലാം നടക്കും കുട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നതാരാ? ആര്? ഗാന്ധിജി. ഗാന്ധിജിയാണ്. ഗാന്ധിജി എവിടെ ജനിച്ചത്? ഗാന്ധിജി ഇവിടെ ജനിച്ചതല്ല, പക്ഷേ ഗാന്ധിജി കൊന്നു. സത്യം. ഗാന്ധിജി ഇന്ത്യയിലാണോ ജനിച്ചത്? ആ, ഇന്ത്യയിൽ എവിടെയാണ് ജനിച്ചത്? ഞാൻ ഇവിടെ തന്നെ ജനിച്ചു. ഗാന്ധിജി എവിടെയാണ് ജനിച്ചത്? ഗാന്ധിജിയുടെ സ്ഥലം ആന്ധ്ര അല്ലേ? ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്തിനായിരുന്നു വന്നത്? ബ്രിട്ടീഷുകാർ ഇവിടെ കിട്ടണം. ഇവിടെ കിട്ടാൻ വേണ്ടി നമ്മളെ കേരളം കിട്ടണം, ട്രിവാൻഡ്രം. അത് നേടിയെടുത്തിട്ട് ഇപ്പൊ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഇപ്പൊ വരുന്നത്? ആഘോഷം നമുക്ക് നല്ലപോലെ നടക്കണം. ഒറ്റ കാര്യം കേട്ടെ, 1 കിലോ പഞ്ഞിക്കാണ് 1 കിലോ പഞ്ചസാരക്കാണ് വെയിറ്റ് കൂടുതൽ? പഞ്ഞിക്കരിക്ക. നിനക്ക് എന്തുണ്ടെന്ന് പറഞ്ഞേ? ചില സമയത്ത് ബുദ്ധിയില്ലായ്മ വരും. ചില സമയത്ത് 1 കിലോ കല്ലിനാണോ 1 കിലോ അരിക്കാണോ വില കൂടുതൽ, ഈ വെയിറ്റ് കൂടുതൽ? അരിക്ക്. രണ്ടും 1 കിലോ അല്ലേ? ഞാൻ ഉദ്ദേശിച്ച ഒരു ചാക്കായിരിക്കും ഉദ്ദേശിച്ചത്. ഒരു ചാക്കാണെങ്കിൽ അതിൽ 1 കിലോ അല്ലേ? ചാക്ക് 35 കിലോ ഉണ്ട്. നിന്നെ ഞാൻ ചോദിച്ചത് 1 കിലോ അരിക്കാണോ 1 കിലോ കല്ലിനാണോ വെയിറ്റ് കൂടുതൽ? കല്ലിനരിക്ക. എടാ രണ്ടും ഓരോ കിലോ അല്ലേ? ആ, അപ്പൊ രണ്ടിനും ഒരേ വെയിറ്റ് അല്ലേ? അപ്പൊ ഏതിനായിരിക്കും വെയിറ്റ് കൂടുതൽ? രണ്ടിനും ഓരോ വെയിറ്റ് ആണ്. വെയിറ്റ് ആണ്. അപ്പൊ 1 കിലോ കല്ലും 1 കിലോ അരിയും വെച്ച് ഏതിനായിരിക്കും ക്ലാസ്സിൽ വെയിറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക? കല്ലിനരിക്ക. നിന്നെ ഞാൻ ചാക്കി കെട്ടിക്കൊണ്ട് കളയും. ഞാൻ പറഞ്ഞു ബ്രോ, ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ മടിയാണ്. ഞാൻ എന്ത് ചെയ്യും? വാ, മോട്ടിവേഷൻ കൊടുക്കും. മോട്ടിവേഷൻ കൊടുക്കും. നീ ഫോണിന്റെ ഐഡി എനിക്ക് അയച്ചു തരിക. പറയാൻ മടിയാണെന്ന് ഒരു പെണ്ണ് തിരിഞ്ഞു നോക്കുന്നില്ല. അവിടെ നിന്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ നോക്കുന്നില്ല. പറഞ്ഞതല്ല ചെയ്യേണ്ടത്. ഓളെ വീട് എവിടെയെന്ന് പറയാ, അഡ്രസ് അയച്ചു തരിക, ബാക്കി നമ്മളേക്കും നമുക്ക് പോയിട്ട് സംസാരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം.
എന്താടാ പറയുന്നടാ? ഓന്റെ പെണ്ണിന്റെ മുഖത്ത് നോക്കിട്ട് ഇഷ്ടാന്ന് പറയാൻ ധൈര്യമില്ല. അതിനുള്ള ധൈര്യം കൊടുക്കാനാ ഞാൻ പറഞ്ഞത്. ധൈര്യം വേണം മുത്തേ, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും മാറ്റാനുള്ള ഒരു കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ തലേന്റെ ഉള്ളിലാണ്. അത് നമ്മൾ പ്രയോഗിക്കുക. അത് നമ്മള് ബുദ്ധിപൂർവമായിട്ട് പ്രയോഗിച്ചാൽ ഈ ലോകത്ത് എന്തും നമുക്ക് നേടാം. സർട്ടിഫിക്കറ്റ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമല്ല. സർട്ടിഫിക്കറ്റ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഈ ആദ്യത്തെ കിഡ്നാപ്പ് ആണെങ്കിലും സക്സസ്. ഇതില് സുമേഷ് ആരടാ? ഞാൻ. അപ്പൊ രഞ്ജിത്തോ? അത് ഞാൻ. നീ ആരാ? ഞാൻ സുഗുണൻ. അപ്പൊ ഇത് കണ്ണൻ. ക്ലിയർ ആയി. സോറി, ഞങ്ങൾ ഞങ്ങളുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ജെഫിനെ, ഈ കിഡ്നാപ്പിംഗ് നടന്ന ദിവസം ഉദ്ദേശം എത്ര മണിക്കാണ് ജെഫിന് ഉറങ്ങാൻ കിടന്നത്? തിരി ഉറങ്ങുന്ന സമയത്ത് തന്നെ ഉറങ്ങി. ഉറങ്ങുന്ന സമയം എന്ന് പറയുമ്പോൾ ഉറക്കം വന്നപ്പോ ഉറങ്ങി. മോനെ, നിന്നെ കിഡ്നാപ്പ് ചെയ്തില്ലേ? ആ ദിവസം നീ ഉറങ്ങാൻ കിടന്ന സമയം ഉറങ്ങാൻ നേരത്തെ ഞാൻ സമയം നോക്കാറില്ല. അപ്പൊ ഈ ബോധമില്ലാത്ത സമയത്ത് ജെഫിൻ എന്താ ഫീൽ ചെയ്ത്? എന്തായിരുന്നു ആ തോട്ട് പ്രോസസ്? നല്ല സമാധാനം ഉണ്ടായിരുന്നു. ഉറങ്ങല്ലായിരുന്നു. എനിക്കൊരു സംശയം, ഈ കഴിവേറുകൾ മോട്ടിക്കറിയാണ്, പിന്നെ എന്നെ ഊമ്പാനാണ് ഈ പണിക്കറിയത്? എവിടേക്കാണ് വണ്ടി ഓടിക്കുന്നത്? മത്തങ്ങ കണക്ക് രണ്ട് കണ്ണല്ലേ ഇരിക്കുന്ന. ഗൾഫിൽ പോയ സമയത്ത് കുറെ ഞറക്കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. കണ്ണുവിട്ടാ വഴിന്ന് മാറേ. മാറാൻ പറഞ്ഞപ്പോ ഇങ്ങോട്ട് വരുന്നടാ. നിനക്കൊക്കെയുള്ള പരിപ്പോടേം ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ. സ്ഥലം ചോദിക്കാൻ മറന്നുപോയി. എന്തിനു? അല്ല, പരിപ്പുടം ചെയ്യാൻ തരാന്ന് പറഞ്ഞു. ഒരുപാട് കഞ്ചാൻ വയ്യ, ഒരു ഉമ്മയും അടി. കണ്ണെപ്പോഴും അടയില്ല. ചേട്ടാ, മനസ്സിലായ? നീയൊക്കെ ഏതാടാ? ഈ റോഡിൽ തടഞ്ഞു നിർത്തി നമുക്ക് പരിപ്പുടൊക്കെ വാങ്ങി തരാന്ന് പറഞ്ഞു. നിങ്ങൾ ഒറ്റ പോക്കങ്ങ് പോയി. നീയൊക്കെ നിക്കറൂട്ടിടുന്ന സമയത്തേ ഞാൻ നിക്കറൂട്ടാൻ നടന്നത്. നിന്റെ ഇക്കമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഞാൻ ഒറ്റ മോനാണ്. പേപ്പട്ടി അടിച്ച് കയറിയ എന്തേടാ ഉടുപ്പ് രണ്ടിനും എടുത്താ? എടാ കേറി കേറിച്ചോ, കേറി. ലൈസൻസ് ആണോ? ഏകദേശം ഒരു 5 കാറിന്റെ നീളമുണ്ട് നാട്ടിലത്തെ 5 വണ്ടിയാണ് പരത്തി പ്ലേറ്റ് ആക്കി. ഈ സാധനത്തിലാണ് നമ്മൾ പോണ കേട്ടാ. ആരംഭം മതിരട്ടുമേ. എന്റെ മോനെ, ഓവർടേക്ക് ചെയ്യണേ ഇന്നലെ തുടങ്ങണം. ഇന്നലെ രാവിലെ ഓവർടേക്ക് ഇത് ഫുള്ളാക്കാൻ പറ്റുള്ളൂ. മക്കളെ, ഇതേത് വണ്ടി? ഇതൊക്കെ കൂറ്റമ്പാറ അങ്ങാടി കൂടെ കൊണ്ടുപോകണം. ഇതെന്തറിയോ, നമ്മളാ തിരിച്ചുമ്പോ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന്റെ അവിടുത്തെ ഓട്ടോറിക്ഷ മേലാണ് തട്ടും. ഈ വണ്ടീന്റെ പ്രത്യേകത എന്താ വെച്ചാലേ, ഈ വണ്ടി നമ്മൾ പെരയെ കൊണ്ടുപോകണേ നമ്മളെ പെരയ്ക്ക് ഒരിക്കലും വാങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം ഈ വണ്ടി നമ്മൾ പെരയെ വാങ്ങി നിർത്തിയിട്ടാൽ നമുക്ക് ഗേറ്റ് അടക്കാൻ കഴിയില്ല. കാരണം പൗതി റോട്ടിലാവും. ഗേറ്റ് അടച്ചിട്ട് ഗേറ്റ് കുടുങ്ങും വണ്ടിമേ. വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു 10 വണ്ടിന്റെ പാർക്കിംഗ് ഫീസ് അടച്ച്. എന്താ ഇത് ചേർത്തിയ റോഡ് ബ്ലോക്ക് ആവും. അച്ഛൻ, നമുക്ക് ഈ വഴി പോകണോ? നീ ആരാടാ പേടിക്കണം? ആ തള്ളനെ കണ്ട് 2 കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ ഓങ്ങി വെച്ചിരിക്കുകയാണ്. നീ വന്നാണ്. ഇങ്ങോട്ട് പോയാ നമ്മൾ അയൽക്കാരി ഭവാനി തള്ളയുടെ 16 ആയിരുന്നു. അതിന് പോയിരുന്നു. വിളിച്ചില്ലായിരുന്ന? അല്ല, ചന്തയിൽ സിനിമ കാണാൻ പോയത്. സത്യം, നിന്റെ ഭർത്താവ് ചാള വസ്തുവിനെ മാറ്റി തന്നെ. ഡൊമിനിക്ക്, നീ കുറച്ച് ഹോൾഡ് ചെയ്യടാ കേട്ടാ. അത്രക്ക് മുട്ടി നിൽക്കുകയാണ് നിനക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാ. കസാക്ക് ഉരുട്ടി കിസ്ദാർ പെടകോടി പാണ്ടിക്കറമ്പാറ പോലെ പാണ്ടിക്കരിമ്പാറ കടയാടി ബേബി. നീ ഏതുവരെ പഠിച്ചു? +2 വരെ. നിനക്ക് ഹിസ്റ്ററിയെ പറ്റി എന്തറിയാം? ഞാൻ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കളയും. എന്താടാ പുതിയ വണ്ടിയൊക്കെ എടുത്തിരിക്കണു? ഇതിന്റെ സ്പീഡൊക്കെ എങ്ങനെയാണ്? MBD പിടിക്കൂ? ഓ, പുതിയ വണ്ടി എടുത്തതിന്റെ ഷോയാണോ? അതൊക്കെ പോട്ടെ, ഒരു റൗണ്ട് ഊട്ടിക്കാൻ തരുമോ?
ബ്രോ എണ്ണടിക്കാൻ വന്ന ബ്രോ എണ്ണടിക്കാൻ വന്ന നല്ല ചലഞ്ച് കേട്ടാ. ബ്രോ ചലഞ്ച് ഉണ്ട്. ബ്രോക്ക് 30 സെക്കൻഡ് സമയം. ബ്രോക്ക് എത്ര ഉള്ള എണ്ണ അടിക്കാം? അപ്പൊ അടിക്കാം ബ്രോ. അടിച്ചോ. ബ്രോ 550 കൊടുത്തോ ഗൂഗിൾ പേ ആണോ? എടാ സ്കാനർ കാണിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് ഇതെല്ലാം ഉണ്ട്, വൃത്തിയെല്ലാം ഉണ്ട് അല്ലേ മുസ്ലിയാറെ? നിങ്ങൾ എന്താണ് കാട്ടുന്നത്? ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? സുൽത്താൻ ബത്തേരി. ഇവിടെ മൈസൂർ. അത് പറഞ്ഞു മറക്കാം. സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് ആ ചുരം ഞാൻ കയറി വരണ്ടേ? അളിയ എനിക്ക് ലുക്കില്ലാത്ത കൊണ്ടാണ് ആർക്കും ഇഷ്ടപ്പെടാത്തത്. പോരാത്തതിന് എന്റെ പേരും ലോലു PP. ഞാൻ ഒരു തോൽവിയാണല്ലേ? വിഷമിക്കാതെടാ, ഇതൊക്കെ എനിക്ക് ഇപ്പോഴാ മനസ്സിലാവണേ. എന്നാലും അവൻ അടി കൊടുക്കണ്ടായിരുന്നു കേട്ടാ. ഒരു രസം. എന്നാലും വാഴയായ നിന്നെ അവൻ നോക്കിയല്ല. എന്തോന്നിവിടാ ചന്തേ? അയില 50. സാറെന്തിനാണ് നമ്മളെ വിളിപ്പിച്ചത്? എന്റെ മോളെ കെട്ടിച്ചു തരാൻ വേണ്ടി. അപ്പൊ സ്ത്രീധനത്തിനെ പറ്റി നമുക്ക് ഇരുന്ന് സംസാരിക്കാം. കോപ്പി അടിക്കുക. എന്താണ് കൈ ചുരുട്ടി പിടിച്ച? ഏക്കടാ തുണ്ടെടുക്കടാ, തുറക്കടാ. അതിനകത്തൊന്നുമില്ല സാറേ. പ്ലീസ് സാറേ. എന്താടാ? ഒന്നുമില്ല. എന്താ കഴിക്കാത്തന്നെ? കഴിക്കാത്തന്നെ തുറക്കടാ. എന്താ മടി? എന്താ തുറക്കടാ? നീ മുമ്പേ എനിക്ക് ഒട്ടിച്ചു, വീണ്ടും നീ എനിക്ക് ഒട്ടിക്കാൻ നോക്കണം. തുറക്കടാ. ഇരിക്കടാ. ഒരുപാട് സർക്കസ് കണ്ടവനാ ഞാൻ. വീണ്ടും എന്നെ ശശിയാക്കാൻ നോക്കി. പേനയില്ലാത്തവന്മാരൊക്കെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങടാ. ബോക്സ് ഇല്ലാത്തവന്മാരെല്ലാം ഇറങ്ങടാ. 2 ബോക്സ് ഉണ്ടോ? അച്ഛനെ വിളിച്ചോണ്ട് വരാത്തവന്മാരെല്ലാം ഇറങ്ങടാ ക്ലാസ്സിൽ നിന്ന്. 2 അച്ഛൻ ഇല്ല. ക്ലാസ്സിനാണോ ഉറങ്ങുന്നത്? ഇന്നലെ രാത്രി പണി ഉണ്ടായിരുന്നു സാറേ. +2 പഠിക്കുന്നത് എന്തോ പണി? എന്റെ കല്യാണമായിരുന്നു ഇന്നലെ. നിന്റെ ആരുമായിട്ട്? +2 ബിയിലെ ലില്ലി ആയിട്ട്. സാറേ അടുത്ത ആഴ്ച എന്റെ കൊച്ചിന്റെ നൂലിട്ടോ. കമ്പയർ സ്റ്റഡി വിളിച്ചിരുന്ന് പഠിച്ച് സാറായത് വെറുതെ ആയല്ലോ. അന്നേ വല്ല കമ്പയർ സ്റ്റഡിക്ക് പോയാൽ മതിയായിരുന്നു. സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. സർ വൺ ഡൗട്ട്. ഈ കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ പറയൂ പ്രശ്നം. ക്ലാസ് കഴിഞ്ഞിട്ടാണോ പരിപൂർണ്ണ ജയം, അതോ ക്ലാസ്സിന് മുമ്പാണോ പരിപൂർണ്ണ ജയം? +2 കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരും. ഞങ്ങളുടെ ജീവിതത്തിൽ ആ ചോദ്യം ഒരിക്കലും വരില്ല. കാരണം നമ്മൾ ഒരിക്കലും +2 പാസ്സാവില്ലല്ലോ. ഭാവിയെ കുറിച്ച് ഒരു ധാരണ വേണം. എന്താവണം, എന്താകണ്ട എന്ന് 100% പറയുന്നു. ഈ ഇരിക്കുന്ന കുട്ടികളെല്ലാം ഒന്നും ആയില്ലെങ്കിലും സാറിനെ പോലെ ഒരിക്കലും ആവില്ല. നിങ്ങളുടെ പ്രായത്തിൽ എനിക്കും ഒരു കഴിവില്ലായിരുന്നു. ഞാൻ സ്വന്തമായി തേച്ച് മിനുക്കി എടുത്തതാണ് ഇതൊക്കെ. പണ്ട് സ്വന്തമായിട്ട് തേച്ചു, ഇപ്പൊ മറ്റുള്ളവരെ തേക്കുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. അത് വേണം. അല്ല, അത് മാത്രമല്ല, ഈ ജോലിയോടൊരു പാഷൻ ഉണ്ട് എനിക്ക്. രാവിലെ തനിക്കും എനിക്കും അറിയാം, തൻ്റെ ആകെ ഉള്ള പാഷൻ എന്ന് പറയുന്നത് ഇന്ന് ഇങ്ങോട്ട് വന്ന പാഷൻ പ്രോയാണ്. നിനക്കപ്പോ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമോ? അഭിനയിക്കാനല്ല, ജീവിക്കാൻ അറിയാം.
എങ്കിലേ നീ കരയുന്നത് ഒന്ന് അഭിനയിച്ചു കാണിച്ചോ. എന്തോ അപരാധമാണ് ഈ കാണിക്കണം. ചിരിച്ചോടാ കരയണേ. പോ. നെക്സ്റ്റ്. അയ്യോ സാറേ, എന്നെ റിമൂവ് ചെയ്യല്ലേ. ഇതിനു വേണ്ടി 5 ലക്ഷം രൂപ കൊണ്ടുവന്ന ഇനി അതിനെ കൊണ്ടൊരു ബൈക്ക് വാങ്ങാല്ലേ. യു ആർ സെലക്ടഡ് മോനെ. പൈസ എടുടാ. ഈ അഭിനയം എങ്ങനെയുണ്ട്? ഒരു ചായ. ചായക്ക് മധുരം കുറവല്ലോ. ചായക്ക് പഞ്ചസാര കൂടുതൽ ഇട്ടെങ്കിൽ എനിക്ക് ഷുഗർ വരും. നിനക്ക് ഷുഗർ വന്നെങ്കിൽ പിന്നെ നീ ചായ കുടിക്കാൻ വരല്ല. എനിക്കൊരു കസ്റ്റമർ കുറയും. ചായക്ക് 10 രൂപയല്ലോ, ഇത് പകുതിയല്ലോ ഉള്ളത്. ഞാൻ എനിക്ക് ഫുള്ള് പൈസ തന്നെങ്കിൽ നീ പെട്ടെന്ന് മുതലാളിയാവും. പിന്നെ നീ ഇലക്ഷനിലെല്ലാം നിന്നിട്ട് നാളെ പ്രധാനമന്ത്രിയാവും. പിന്നെ നീ ഈ ഹോട്ടലെല്ലാം പൂട്ടും. അപ്പൊ ഞാൻ എഴുതി ചായ കുടിക്കും. വെയിലും മഴയും കുറുക്കന്റെ കല്യാണം ഒന്ന്. കുറുക്കനെ ഒരു പെണ്ണ് സെറ്റായി. ഇങ്ങനെ നടന്നോ? പപ്പ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. 10,000-ന് എത്ര പൂജ്യമുണ്ട്? 4 പൂജ്യം. 1 2 3 4 ദാ അയച്ചിരിക്കുന്നു. 10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതെന്തോടോ പിഷാരടി പറഞ്ഞ? സാധാരണ മമ്മൂക്കയല്ലേ അതൊക്കെ പറയുന്നത്? മമ്മൂക്കയുള്ള എല്ലായിടത്തും പിഷാരടി ഉണ്ടല്ലോ. മമ്മൂക്ക് ചെറിയ തിരക്കുണ്ട്, അതാ പിഷാരടി എന്ന് പറഞ്ഞത്. കാര്യമാക്കണ്ടേ ഇങ്ങനെ കണക്കണാന്നങ്ങ് പറഞ്ഞോണ്ടി. ഫിഷിന്റെ സ്പ്രേ. പിഷാരടിയല്ല, പിന്നെ ഫിഷ്. മറ്റേ ഇച്ചിരി മുഖമൊക്കെ ചുളുങ്ങി മഞ്ജുപ്പിള്ള. ഇവിടെ ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ള സ്പ്രേ ഏതാ സാറേ? ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മണമുള്ള സ്പ്രേ ആണ് ഏറ്റവും കൂടുതൽ വിജയിച്ചത്. ആണോ? അത് വിജയിക്കാനുള്ള അതിന്റെ രഹസ്യം, വരുന്ന ഒരു നാർക്കും സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ശരിക്കുള്ള മണം അറിയത്തില്ലല്ലോ. അതാ അതിന്റെ ഏറ്റവും വലിയ വിജയം. ഓഹോ, കാർത്തിക് സൂര്യയുടെ മണമുണ്ട്, പക്ഷെ വലിയ ഗുണമില്ല. നിങ്ങൾക്കറിയാമോ, 480 രൂപ ടിക്കറ്റില് 480 രൂപ ടിക്കറ്റ് കൊടുത്താണ് ഞാൻ പടം കാണാൻ വേണ്ടി വന്നത്. പടം കാണാൻ ആ 480 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും എന്റെ സുമേഷും കൂടെ 460 രൂപയ്ക്ക് മാംഗോ ചില്ലി എടുത്ത് 20 രൂപയ്ക്ക് 2 താറാമുട്ടയെ മാറ്റി ഞങ്ങൾ സുഖമായിട്ട് അടിക്കുമായിരുന്നു. ഒന്ന് കാണിച്ചു കൊടുത്തേ. ഒന്ന് കാണാമോ? ക്യാമറയ്ക്കും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഉണ്ണി കണ്ടോ? ഉണ്ണിയാണ് നെഞ്ചത്തിരിക്കുന്നത്. പെണ്ണിനെ വിട്ട് ഉണ്ണീനെയാണ് മനസ്സിൽ കയറ്റിയിരിക്കുന്നത്. ഇഷ്ടമാണ് ഉണ്ണീനെ. ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നാ ചോദിച്ചത്. ചേട്ടന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ പെൺകുട്ടി വന്ന് ഈ ഉണ്ണിയുടെ ഫോട്ടോ മാറ്റി എന്റെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ചേട്ടൻ? അവളെ ഒഴിവാക്കും. അവളെ ഇപ്പുറത്തെ നെഞ്ചി ബാധിച്ചൂടെ? വേണ്ട. ആദ്യം ഒന്ന് എല്ലാം ചേരുവകളെല്ലാം കറക്റ്റാണെന്ന് നോക്കാം. ഇടിയപ്പം സത്യം പറഞ്ഞാൽ മണത്ത് നോക്കല് നടക്കുന്ന കാര്യമല്ല, പക്ഷെ കറികൾ പറ്റും കേട്ടോ. ഉപ്പ് ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. ബിസിനസ് ഒക്കെ എങ്ങനെ? ഡെഡ് ബോഡി ഒക്കെ കിട്ടാറുണ്ടോ? ഇപ്പൊ എടുക്കാണ്ടാവോ? നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. അച്ഛാ, ചേച്ചി വിളിച്ചിട്ട് എണീക്കുന്നില്ല. പോവാൻ വരട്ടെ, ചിലപ്പോ ഒരു ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്.